Hello guys, welcome back to Ultimate Tracker. guys, നമ്മൾ വീണ്ടും കളിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ. അപ്പോൾ guys, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷു. നിങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറേ കൈനീട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, പടകൊക്കെ പൊട്ടിച്ച് സെറ്റായിരിക്കുമല്ലോ. ഹാപ്പി വിഷു എൻ്റെ വക. ഗെയിം പ്ലേ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെന്തായാലും പോയി കാണണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്പോണായപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എടുത്ത് തന്നെ ഒരു വില്ലേജ് കിട്ടി. അപ്പോൾ വില്ലേജിന് ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫർണസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ബ്ലാക്ക് സ്മിത്താണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് അയണോ എന്തൊക്കെയോ കിട്ടിയിരുന്നത് നിങ്ങൾ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ കാണാം. പിന്നെ 3 ഓപ്സീഡിയനൊക്കെ കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ അയൺ ഗോളത്തിനൊക്കെ 5 അയണൊക്കെ തന്നു നമുക്ക്. അയൺ ഗോളം അങ്ങനെയൊക്കെ തന്നെ. നമുക്ക് എന്തായാലും ഹേബേലിൽ വീട്ടിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ക്ലച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്ലച്ച് കോഡാണ്. നിങ്ങൾക്ക് അറിയിട്ടാ. അയ്യോ, എൻ്റെ വീട് മാറിപ്പോയി. എൻ്റെ വീട്ടിൽ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫർണസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ഒരു റെവീൻ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഗൈസ് കുറേ അയണൊക്കെ ഉണ്ടാവണം ഇവിടെ എവിടെയെങ്കിലും. നമ്മൾ കണ്ടില്ലായിരുന്നു ഗൈസ് കുറേ അയൺ ഏതൊരു സൈഡിൽ. നമുക്ക് എന്തായാലും നോക്കാം. കണ്ടോ, ഞാൻ ഫർണസ് എന്നാലും ഉണ്ടാക്കി വെച്ചു. ഞാൻ പൊട്ടനാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. 30 ബ്രെഡ് കിട്ടും തോന്നുന്നു. എൻ്റെ അടുത്ത് ഇനിയും ബ്രെഡ് ഉണ്ടെന്ന് തോന്നുന്നു ഇൻവെൻട്രിയിൽ ഗൈസ്. $33 ബ്രെഡ് കിട്ടി ഗൈസ്. അപ്പോൾ ഫുഡിനുള്ള റെസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഗൈസ് എനിക്ക് മൈൻഡ് പോവാ. വെയിറ്റ് ഓ, ഇനി നമുക്ക് മൈൻഡ് പോവാം ഗൈസ്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോണേജ് എന്തായാലും ആയിക്കഴിഞ്ഞു. ഓ ഗൈസ്, കിട്ടൻ. നമ്മളിപ്പോൾ പോയിട്ടുണ്ട്, അതേപോലെ നമുക്ക് പുറത്ത് വരണം ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴിയായിട്ട് തന്നെ ഉണ്ടാക്കണം. അല്ല, നമ്മൾ പോയ വഴി തിരിച്ചു വരില്ല. കാരണം ഞാൻ അത്രയ്ക്കും നൂബ് പ്ലെയറാണ് ഗൈസ്. നിങ്ങളൊക്കെ പ്രോ പ്ലെയേഴ്സ് അല്ലേ. ചാനൽ പുതിയതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. എന്തായാലും വിഷു ആയതുകൊണ്ട് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ എന്ന് വിചാരിച്ചാൽ മതി ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ ലൈക്കൊക്കെ കൊടുക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ ഗൈസ്. സബ്സ്ക്രൈബ് നിങ്ങൾ എന്തായാലും ചെയ്താൽ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ ഗൈസ്. എന്താ ഈ സോംബിക്ക് വട്ടായി ഗൈസ്. സോംബി ബോയ്, ഒരു സോംബി ഷീറ്റ് ഗൈസ്. ക്രീപ്പർ ഉണ്ട് ഇവിടെ. ക്രീപ്പർ നമ്മൾ ബ്ലാസ്റ്റ് ആക്കേണ്ടി വരും. ബ്ലാസ്റ്റ് ആവും ക്രീപ്പർ അവിടെ സ്റ്റക്കായി ഗൈസ്. നമുക്ക് എന്തായാലും വീഡിയോ ഉണ്ടാക്കാം ഇവിടുന്ന്. വീഡിയോ ഉണ്ടാക്കാം. അയൺ മൈൻ ചെയ്യാം ഇവിടുന്ന്. ഓ ഷിറ്റ് ഗൈസ്, ഇത് 2 സോംബി വച്ചന്മാർ വന്നിട്ടുണ്ട് നമ്മളെ. ഒന്നാണെങ്കിൽ ഗോൾഡൻ ആർമറൊക്കെ ഇട്ട ബേബി സോംബിയാണ് ഗൈസ്. ഓക്കെ, വേണം ഇവിടുന്ന് അടിച്ചുവിടാം ഗൈസ്. നമുക്ക് എത്ര അയൺ കിട്ടുന്നുണ്ടെന്ന് നോക്കണം ഗൈസ്. ഞാനിവിടെ സോംബിനെ നോക്കും. ഓ, നല്ല വലിയ വെയിനാണ് ഗൈസ്. നല്ല വലിയ വെയിനാന്ന് തോന്നുന്നു ഗൈസ് കിട്ടിയത്. മേലൊന്നും ഇല്ലല്ലോ, ഞാൻ മണ്ടന മേലത്തൊക്കെ ഒന്ന് ചെയ്യും. ഓ മൈ ഗോഡ്, എന്താണിത്? ഇത്ര വലിയ വെയിനോ? 11 അയണ് ഗൈസ്. ഒറ്റ വെയിന് 11 അയണ്. ഇത്ര വലിയ വെയിനാണ് കിട്ടിയത്. നമുക്ക് എന്തായാലും 11 അയണിൽ കുറച്ച് കാർമർ പീസ് സെറ്റാവും ഗൈസ്. കുറച്ച് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 9 വേണം ചെസ്റ്റ് പ്ലേറ്റിന്. പിന്നെ 2 ബാക്കിയുണ്ട് അല്ലേ.
ആ 2 ബാക്കി. എന്തായാലും ഇങ്ങനെ വരാൻ പറ്റാത്തത്. ഞാൻ തന്നെ വഴിയും പറഞ്ഞോളൂ, എനിക്ക് എന്നെ കൊല്ലാനുള്ള കാണോ 9. പിന്നെ 3 എണ്ണം ബാക്കി ഉണ്ടാവും. നമ്മൾ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് പ്ലേറ്റ് റെഡി ഗൈസ്. ഓ ഷിറ്റ് ഗൈസ്, നൈറ്റ് ആവാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. നൈറ്റ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുക. നമുക്ക് തീരെ സെറ്റില്ല. ജസ്റ്റ് വേഗം വിടാം. വേഗം സ്ഥലം കാണിയായിട്ട് നമുക്ക് വന്ന വഴിയേതേനും. അതാ ഇതിനകത്ത് ബിൽഡിംഗ് ബ്ലോക്സ് തീരെ ഇല്ല. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ട് നമുക്ക്. സ്കെലിട്ടന് വന്ന് നമ്മൾ വിട്ടു ഗായ്സ്. നമ്മൾ പെട്ടു. നിങ്ങൾ അറിഞ്ഞോ? ഞാൻ പെട്ടു. ഓടിക്കോ. അയ്യോ ആരൊക്കെ ഷീപ്പു, ഞാൻ പെട്ടിരിക്കുകയാണേ. അയ്യോ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് മേലെ ബെഡ് എടുത്തിട്ട് നമ്മൾ പോവുക. ഇനി പോകുമ്പോൾ സോറി ബ്രാ. അയ്യോ കണ്ടോ എൻ്റെ മോൻ നോക്കിയിരിക്കുന്നു. അയ്യോ സോറി 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 സോറി. റേറ്റ് കിട്ടില്ല. സമാധാനം. മോൻ്റെ ഡോറടിച്ച് പോകുന്നത് പിന്നെ വേണ്ട, നമുക്ക് വേറെ ബെഡ് എടുക്കാം. അത് നല്ല. പിന്നെ ഞാനൊരു ലോക നൂബാണ്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് പെർമിഷൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ ഒരു ലെഫ്റ്റിൽ ഒരു ചെറിയ ചീറ്റ് ഇട്ടോട്ടെ. കീപ്പ് ഇൻവെൻറ്ററി ഓൺ ചെയ്തോട്ടെ ഗൈസ്. കാരണം ഞാൻ ലോക നൂബാണ്. നിങ്ങൾക്ക് പറയാൻ എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓൺ ചെയ്യൂ. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് യെസ് ഇടണേ കമൻറ്റിൽ. ക്ലച്ച് സക്സസ് ആയേ. അയ്യോ അതേ വെള്ളത്തിൽ അതേ. ഓ ഗൈസ് ഇവിടെ ഇനിയും അയണുണ്ട്. കുറേ അയണുണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് എന്തായാലും അടിപൊളി കയറാൻ തോന്നുന്നു. ഗിഫ്റ്റ് നമുക്ക് ലക്കുണ്ട് ഗൈസ്. വി ആർ ലക്കി ബാസ്കേഴ്സ്. നമുക്ക് എന്തായാലും ചിലപ്പോൾ ഒരു സ്റ്റാക്ക് ആയാൽ സെറ്റ് ആവും. എത്ര അയണോ ഗൈസ്? ആർമറിനുള്ള ആവാനായെന്ന് തോന്നുന്നു. What the heck bro? ആർമറിനുള്ള സെറ്റ് ആയെന്ന് തോന്നുന്നു. ഒന്ന് എണ്ണി നോക്കട്ടെ. ചെസ്റ്റ് പ്ലേറ്റിന് 9, 5 എണ്ണോ ഇവിടെ ഹെൽമെറ്റിന്. അപ്പോൾ 9, 10, 11, 12, 13, 14, 16 ഹെൽമെറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ലെഗിൻസ് 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27 ഇത് കിട്ടിയാൽ മതി ഗൈസ്. നമ്മുടെ അടുത്ത് 25 രണ്ടെണ്ണം കൂടി കിട്ടിയാൽ നമുക്കൊരു ഫുൾ ആർമർ സെറ്റാണ് ഗൈസ്. അയ്യണ്ട് 2 ചിലപ്പോൾ ഇവിടുന്ന് കിട്ടും ഗൈസ്. സോംബി വില്ലേജാണ്. നമുക്കെന്തായാലും ഇപ്പോൾ ഇതൊന്നും വേണ്ട. കണ്ടോ ഗൈസ് ഫുൾ ആർമർ സെറ്റ് ഗൈസ്. നമുക്ക് അയാണ്ട് ആർമർ സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മേലോട്ടേക്ക് പോവാം. മേലോട്ടേക്ക് ഇവിടെ തന്നെ വെക്കുക. ഇവിടെ ചെറിയ റൂം പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ വെക്കുക. അതിന് കുറച്ച് കോള് കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ് നമ്മൾ. കോള് മേലെ തന്നെ ഉണ്ടല്ലോ കുറേ. സ്കെലിട്ടനും വന്ന് അവിടെ വിച്ചനെ കാണാൻ പാടില്ല. വിച്ചനെ കണ്ടാൽ ഞങ്ങൾ തീർന്നു. വിച്ചുണ്ട് കഴിച്ചനെ. വിച്ചനെ കണ്ട് കഴിച്ച് ഞാൻ തീർന്നു.
ബെഡ്. ഓ തിരി 11 സെക്കൻഡ് കൂടി ഉണ്ട് ഗൈസ്. എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ അയൺ ആർമർ സെറ്റാക്കാം ഗൈസ്. ഇത് കോൾ തീരെ ഇല്ല. 2 കോളിലെന്തോ നടക്കുമോ എന്തോ. സ്റ്റിക്ക് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒരു കട്ട് കിട്ടിയാൽ ഞാൻ ചാവും ഗൈസ്. വിച്ച് എടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ തൊട്ടടുത്താണ് വിച്ച്. സൂക്ഷിച്ച് നോക്കട്ടെ. നിറയെ ഉണ്ട് നടക്കുന്നു. ഓ ശരി, നല്ല ഡാമേജ് കേസ്. വിച്ചിനെ കൊല്ലണം. അല്ല കാരണം നടക്കില്ല. സോംബി കൊന്നു. നോ. എൻ്റെ ഐറ്റംസ് നോ. മഴയ്ക്ക് വരാൻ കണ്ട് സമയം. മോജാങ് ഹേറ്റ്സ് മീ ബ്രോ. മോജാങ് ഡൂഡ് ഹേറ്റ്സ് മീ. പക്ഷേ എല്ലാ സാധനവും എന്തായാലും കുറച്ച് റെഡ്സോൺ കിട്ടി. നമുക്ക് വലിയ യൂസൊന്നും ചെയ്യാനില്ല. ഡബിള്. അപ്പോൾ ഞാൻ എന്തായാലും ചീറ്റ് ഓൺ ചെയ്യേണ്ടി വരും. ഞാൻ എനിക്ക് പറ്റൂല. അല്ലെങ്കിൽ എൻ്റെ ലൂട്ടൊക്കെ പോകും ഗൈസ്. എനിക്ക് വൺ റിസ്ക്കാണ് അത്. അപ്പോൾ ഞാൻ ഓൺ ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്കൊന്ന് തോന്നരുത് പ്ലീസ്. ഹീറ്റ് ഓണാക്കിയിട്ട് കീപ്പ് ഇൻവെൻട്രി ഓണാക്കട്ടെ ഗൈസ്. കീപ്പ് ഇൻവെൻട്രി ഓണാക്കിയിട്ടുണ്ട്. സോറി ഗൈസ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ 1 നൂബാണ് ഗൈസ്. ഞാൻ ഭയങ്കര ഫ്ലക്കറി നൂബാണ്. അതാണ് പ്രശ്നം. നമുക്കെന്തായാലും ഗൈസ് 3 2 1 ഗൈസ് എല്ലാം റെഡിയാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ല. മറ്റേ സാധനം റെഡിയായി നോക്കട്ടെ. അയാൾ എത്ര കിട്ടി നോക്കട്ടെ. ഒരാൾ നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റ് റെഡി. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഫുൾ ആർമർ റെഡിയാണ് ഗൈസ്. ഞാൻ ഗൈസ് പോയിട്ട് കോൾ വൈകിട്ടോ. ഗൈസ് എൻചാന്റഡ് പോവാണ് ഗൈസ്. നമുക്ക് ബേസിലോട്ടേക്ക് പോവാം. ഓ എക്സ്റേ. അയണിൻ്റെ ലെഗിൻസ് ഉണ്ടാക്കാം കേശനി. അടുത്ത ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഒന്നുകൂടി ഒരു എന്തായാലും ടൂൾസ് ഫുള്ള് സെറ്റാവില്ല കേസ്. പിക്കാക്സ് ഉണ്ട്, നോക്കട്ടെ.
ബൂട്ട് ഉണ്ടാക്കണ്ട ഗൈസ്. നമ്മുടെ അടുത്തൊരു ബൂട്ടില്ല. ആ ബൂട്ട് പോയിട്ട് നമുക്ക് അടുത്ത ബൂട്ട് ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ഇതാവാൻ വെച്ചിട്ട് നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കിയിട്ട് പോയാലോ? രണ്ട് ഗൈസ് ഇങ്ങനെ തന്നെ പോകാൻ. ഒരുപാട് ടൂൾസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ടൈം പോകുന്നു ഗൈസ്. ബിൽഡിംഗ് ബ്ലോക്സ് ഞാൻ മോട്ടോടെ നിർത്തില്ല. ഗൈസ് ഞാൻ പീപ്പിലാവാൻ കൂടെ സംസാരിക്കലൊന്നും തോന്നല്ല ഗൈസ്. ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. അഥവാ ചത്തിക്കിൻ്റെ എല്ലാം കഴിഞ്ഞില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം ഇവരുടെ അടുത്തുനിന്ന്. അധികം ഇപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ കളിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് കൈനകത്തിൽ ഓടാനാ ഗൈസ് നോക്കുന്നുള്ളൂ. വയറുണ്ട്. ഓ ക്രീപ്പർ ബ്ലാസ്റ്റ്. ഫുഡ് ഫയറാണ്. ഓ നോനാ അന്നേരം അടിച്ച് എന്നെന്താ അടിക്കുന്നേ? കഴിച്ചു. ഇവിടെ എന്തായാലും ഡയമണ്ട്സ് ഉണ്ടാവേണ്ട ഒക്കൂല. ഇത് അത്രയ്ക്കും വലിയൊരു ഗെയിമാണ്. ഇവിടേക്ക് ഡയമണ്ട്സ് ഇല്ലയെന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് ഉണ്ടാവുക? നോക്ക് ഇവിടെ എവിടെയാണ് ഉള്ളത്. കുറച്ചൊന്നും തരുന്ന ഡയമണ്ട്സ് കിട്ടും. അത്രയും വലിയ ഗെയിമാണ്. അത്ര വലിയ ഗെയിം. ഒറ്റ ഡയമണ്ട് പോലും ഇല്ല ഓപ്പണിൽ. ഞാൻ ചോദിച്ചാൽ ഡയമണ്ട് കിട്ടി. നമ്മളെ ബോ എന്നുണ്ട് എവിടുന്നോ ഒരു സ്കെലിട്ട്. ഇത്ര വലിയ കേവ്, ഇത്ര വലിയ ഒരൊറ്റ ഡയമണ്ട് ഒന്നും കിട്ടിയില്ലല്ലോ. ഓനോ 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 പക്ഷെ ബൈ ലെവൽ നോക്കുക -27 എത്തി. ഓൾമോസ്റ്റ് ബെഡ് റോക്ക് ലെവലാണെന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റായിട്ട് ഓർമ്മയില്ല ബെഡ് റോക്ക് ലെവൽ എത്താൻ. വേണ്ട 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 ഇവിടെ പോണ്ട ഇവിടെ പോണ്ട വെട്ടോ. ഓ ഗുഡ് ബൈ ബുടാ. ഗുഡ് ബൈ ആവും. ഗുഡ് ബൈ ഗുഡ് ബൈ. ആ ഗുഡ് ബൈ. അവിടെ പോണോ? വേണ്ട 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 പോണ്ട 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 പോണ്ട. എൻ്റെ തീരുമാനം പോണ്ട തന്നെ. അയ്യോ നമ്മളതിനെ തിരിച്ചു പോവും. നമുക്ക് വന്നാൽ നേരെ മൈൻ ചെയ്യാല്ലേ ചാവാം.
ഇല്ലാണ്ട് എനിക്ക് ഐറ്റംസ് ഒന്നും വലിയ പേടിയില്ല. ഇതിപ്പോ ഞാൻ റൗണ്ട് അടിച്ച് തുടങ്ങിയ സ്ഥലത്തിലെത്തിയല്ലോ. ട്രയൽ ചേമ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്കാണ് പോകുക. അങ്ങോട്ടൊക്കെ നല്ല വലിയ കേവാണ്, ഡീപ്പ് കേവാണ് വെച്ചത്. നല്ല ഡീപ്പ് കേവാണ് ഇത്. എന്നിട്ട് വരും നമുക്കൊരു കുന്തവും കിട്ടുന്നില്ല. ഇതെന്ത് മൈൻക്രാഫ്റ്റ് ഗെയിമാണ് ഗൈസ്. ഇപ്പോൾ ഡയമണ്ടൊക്കെ കിട്ടുക വെച്ചാൽ 0% ചാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ബ്രോ ഈ സ്കെലിട്ടൺ ഇതെന്താ? Bro, this guy is spamming me. Oh, ശരിയാ, സ്കൂട്ടത്തോടെ വന്നു. സ്കൂട്ടത്തോടെ വന്നാൽ എനിക്കൊന്നും ചെയ്യത്തില്ല. ഞാൻ ചിക്കൻ സോംബിയാണ് അവിടെ ഗൈസ്. എന്നെ വളഞ്ഞ് ഗൈസ്, എന്നെ വളഞ്ഞ് ഞാൻ തീർന്നു ഗൈസ്. എന്നെ കൂട്ടി ഗൈസ്. ലൈമൊക്കെ സ്പോൺ അയക്കുന്നു ഇവിടെ. എന്താ ബ്രോ? ഇപ്പം ഫുഡ് കഴിക്കുന്ന ചാവും. ഞാൻ ചാകുന്ന. ഈ വാട്ടർഫോളാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ഗൈസ്. ഓർത്ത് വെക്കണം. 2 ക്രീപ്പർ ഒരുമിച്ച്. നോ. ഒന്നും കുഴപ്പമില്ല. അടിപ്പം എത്രയാണ് ഞാൻ മനസ്സിലാവും. ഡയമണ്ട്സ് കളികൾ ഒറ്റ ഡയമണ്ട് ഇതായിരിക്കും കിട്ടുന്നത്. എത്ര ലാഭപ്പുള്ളുണ്ട് ഇവിടെ. മേലെ പോ. ഇനിയിപ്പോൾ എനിക്ക് ചാകാൻ പറ്റില്ല. നോ ഐ കാൻറ്റ് അഫോർഡ് ടു ഡൈ. If I die, I will cry so bad. I want to cry so bad. Diamonds 98. ഫസ്റ്റ് 3 ഡയമണ്ട്സ് ഗൈസ്. എന്തായാലും ഈ ഏരിയയിൽ മീൻ ഉണ്ടാവില്ല. അത് അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയതല്ലേ. ഇനി ഈ ഏരിയയിൽ ഒറ്റ ഡയമണ്ട് ഉണ്ടാവില്ല ഗൈസ്, ഉറപ്പാണ് എനിക്ക്. നമുക്ക് എന്തായാലും താഴോട്ട് ഇനി വഴി ഉണ്ടല്ലോ. ഏരിയയിലെ സ്ഥലം താഴെ ഒബ്സീഡിയൻ എല്ലാവരും വന്നതാണ് ഗൈസ്. ഓ നോ ഗൈസ്, അവിടെ നിന്ന് ഒബ്സീഡിയൻ കണ്ട ഗൈസ്. നമ്മൾ വാ. ഓ ഷിറ്റ്. ഗൈസ് ഗെയിം എന്താ ബഗ് അടിച്ചു തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ചാവാൻ പോകണം. ചക്കാൻ നേരെയാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചാവാൻ പോകും. നമുക്കെന്തായാലും ഈ കോർഡിനേറ്റ്സ് ഇട്ടേക്കാം. -170 -170 -53 60 -170 -53 60. ഓക്കെ, നമുക്ക് ചാവാം. നോർമലാവട്ടെ. നോർമലായി. അപ്പോൾ എനിക്ക് സ്ലാഷ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നേനു, കാരണം എനിക്കെന്താ പ്രശ്നം മനസ്സിലായില്ല. സോറി. കാരണം
നമുക്കൊന്നും തോന്നുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് വേണേ ഞാൻ കഴിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മാറ്റാം. കണ്ടോ ഗൈസ്, ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്തോ ഉദ്ദേശിച്ചു. എന്തോ ബഗ് അടിച്ചിട്ടുണ്ട് ഗെയിം. വളരെ എന്ത് കഷ്ടാണിത്. ക്രീപ്പർ കമോൺ ബ്രോ, കിൽ മീ മൈ ബ്രദർ, കിൽ മീ മൈ ബ്രദർ, കിൽ മീ. Yeah, let's go dude. That's what I'm talking about. കണ്ട ഗൈസ്, ദൂരമുള്ള സാധനമാണ്, പക്ഷെ എടുത്തുള്ള സാധനം ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കാണും. ഗൈസ് എനിക്ക് ഗെയിം ഗ്ലിച്ചായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ അറിയാൻ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ ഗൈസ്. കാരണം ഇതെന്താ പ്രശ്നമൊന്നും കൂടി എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ അറിയാമെന്ന് എനിക്ക് പറഞ്ഞു തരണേ. നമുക്ക് എന്തായാലും ഈ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഈ പ്രശ്നം വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം. അതുപോലെ നമുക്ക് എന്തായാലും ഇന്നത്തെ കഴിഞ്ഞിൽ കുറേ ഡയമണ്ട്സ് കിട്ടി. അത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ ഗെയിം എന്തുകൊണ്ടാണ് ഗ്ലിച്ച് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് എന്തായാലും കാണാം അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ യു ഗൈസ് ടേക്ക് കെയർ. ഐ ആം സൈനിങ് ഔട്ട്. ബൈ ബൈ.